നമുക്കൊരു ഹോം മെയ്ഡ് പ്രോട്ടീൻ ബാർ ഉണ്ടാക്കിയാലോ? ഒരുപാട് മാസ് ഗെയിനേഴ്സ്, അതേപോലെ പ്രോട്ടീൻ ഷേക്കുകൾ, ഇതെല്ലാം ഉണ്ടാക്കുന്ന വീഡിയോസ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രോട്ടീൻ ബാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു ചോക്ലേറ്റ് ബാഗിൽ സൂക്ഷിച്ച് കൊണ്ടുപോകുന്നത് പോലെ നിങ്ങൾക്ക് ഈ പ്രോട്ടീൻ ബാർ സൂക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റും. ആവശ്യമുള്ള സമയത്ത് ഇതെടുത്ത് കഴിക്കാനും പറ്റും. നിങ്ങളുടെ ശരീരത്തിൽ പ്രോട്ടീൻ കുറയുന്നൊരവസ്ഥ വരികയുമില്ല. വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ ഒരു പ്രോട്ടീൻ ബാർ എങ്ങനെ ഉണ്ടാക്കും എന്ന് നോക്കാം. ഈ വീഡിയോ എനിക്ക് വേണ്ടി ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഹായ് വ്യൂവേഴ്സ്, ബി ഫിറ്റ്നസ് ഗൈഡിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും എന്നെ ഓർമ്മയുണ്ടാവും, നമ്മൾ ലാസ്റ്റ് ടൈം ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്നാലും എൻ്റെ പേര് ടൈസൺ എന്നാണ്. ഞാൻ ദുബായ് ബേസ്ഡ് ഷെഫാണ്. അപ്പോൾ എനിക്കൊരു ചാനലുണ്ട്, ആംഗ്ലി ഷെഫ്സ് കിച്ചൺ എന്നാണ് അതിൻ്റെ പേര്. ലാസ്റ്റ് ടൈം നമ്മൾ പ്രിപ്പയർ ചെയ്തത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് ആയിരുന്നു. ഒരു പ്രോട്ടീൻ കണ്ടന്റും നല്ല ഫൈബറൊക്കെ അടങ്ങിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിച്ചിരുന്നു. കുറേ ആൾക്കാർക്ക് ഞാൻ റെസിപ്പീസ് പേഴ്സണലൈസ് ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പ്രോട്ടീൻ ബാർ കൊണ്ടാണ്. പ്രോട്ടീൻ ബാർ എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും പുറത്ത് മേടിച്ച പ്രോട്ടീൻ പൗഡർ, വേ പ്രോട്ടീൻ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാറ്. ഇന്ന് നമുക്കൊരു പ്രോട്ടീൻ ബാർ ഉണ്ടാക്കാം. നമ്മൾ വീട്ടിൽ തന്നെ ഒരു പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കി എടുത്തിട്ട് അതുകൊണ്ടൊരു പ്രോട്ടീൻ ബാർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് ടൈം ഞാൻ വേസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് എന്തായാലും അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം കേട്ടോ. ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് മുദ്രയാണ്. ഇതൊരു 150 ഗ്രാം മുദ്രയുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പീനട്ട് ബട്ടർ, ഇതൊരു 2 സ്പൂൺ വേണം. ഇതാണ് ഞാൻ പറഞ്ഞ പ്രോട്ടീൻ പൗഡർ. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മത്തങ്ങയുടെ കുരു, ബദാം, ഓട്സ്, പിന്നെ സോയ, ഉണങ്ങിയ സോയ. അത് നല്ലോണം പാനിലിട്ട് ചൂടാക്കി വറുത്തതിന് ശേഷം പൊടിച്ചെടുത്തതാണിത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അത് പോയി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പ്രോപ്പറായിട്ട് ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടത് മുതിര ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ മുതിര വറുത്തതിന് ശേഷം നിങ്ങൾ പ്രോട്ടീൻ ബാർ സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് മുതിര ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു പാൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുതിര ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഫയറിൽ കുക്ക് ചെയ്യുക. പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫയർ എപ്പോഴും കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക. എപ്പോഴും ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒട്ടും കരിഞ്ഞു പോകത്തില്ല. ഒരു ഏകദേശം 4 to 5 മിനിറ്റ് കുക്ക് ചെയ്യേണ്ടി വരും. ചെറുതായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതുവരെ കുക്ക് ചെയ്യുക. ഒന്ന് കഴിച്ച് നോക്കുക. ഒരു പീസ് നല്ല ക്രിസ്പി ആയിരിക്കും. അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് എന്തായാലും പിടിക്കും. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. മുതിര വറുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്, പീനട്ട് ബട്ടർ, പിന്നെ നമ്മുടെ പറഞ്ഞ പൊടി പ്രോട്ടീൻ പൗഡർ. അപ്പോൾ അത് തന്നെ ഒരു വലിയ ബോൾ ഞാൻ എടുത്തിട്ടുണ്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലേക്ക് 2 വലിയ സ്പൂൺ പീനട്ട് ബട്ടർ ആഡ് ചെയ്യാം. രണ്ട് സ്പൂൺ പീനട്ട് ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത മുതിര അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുതിരക്ക് ചെറിയ ചൂടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പീനട്ട് ബട്ടർ ഒന്ന് മെൽട്ടായിട്ട് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? നല്ലോണം മിക്സ് ആവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഹണി ആഡ് ചെയ്യാം കേട്ടോ. മധുരം എക്സ്ട്രാ വേണമെന്നാണെങ്കിൽ ഇതിലേക്ക് ഹണി ആഡ് ചെയ്യാം. അപ്പോൾ പീനട്ട് ബട്ടറും മുതിര ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പൗഡർ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രോട്ടീൻ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പൗഡർ റെഡി ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് പ്രിപ്പയർ ചെയ്തെടുക്കാം. അത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഒന്ന് ടൈറ്റായിട്ട് വരും. നമ്മുടെ പീനട്ട് ബട്ടറും മുതിരയും പിന്നെ നമ്മളുണ്ടാക്കിയ ഹോം മെയ്ഡ് പ്രോട്ടീൻ പൗഡറും എല്ലാം ചേർത്ത് ഞാൻ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കൈ കൊണ്ട് മിക്സ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ വീഡിയോ ആവണം കൈ കൊണ്ട് മിക്സ് ചെയ്ത് കാണിക്കാത്തത്. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു കണ്ടെയ്നറിലേക്ക് സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ടിട്ട് ടൈറ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ടൈറ്റായിട്ടൊന്ന് സെറ്റ് ചെയ്യാം.
നമ്മൾ ഉണ്ടാക്കിയ മിക്സ്ചർ നല്ലോണം ഒരു കണ്ടെയ്നറിലേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. എയർ ടൈറ്റായിട്ട് കവർ ചെയ്യുക. നിങ്ങൾ ഫ്രീസറിൽ വെക്കണം. ഇത് 1 മണിക്കൂർ നമുക്കൊന്ന് ഫ്രീസറിലേക്ക് വെക്കാം. അതിനുശേഷം നമുക്ക് എടുത്തിട്ട് കട്ട് ചെയ്യാം. നമ്മുടെ പ്രോട്ടീൻ ബാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1 മണിക്കൂർ ഞാൻ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒന്ന് കട്ട് ചെയ്യാം. കണ്ടില്ലേ, നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ കട്ട് ചെയ്യണം. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രോട്ടീൻ ബാർ റെഡിയായി. നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. നമ്മുടെ എന്താ പറയുക, ആ മുതിരയുടെ ക്രിസ്പിനെസ് നല്ലോണം അറിയാൻ പറ്റുന്നുണ്ട്. എന്തായാലും നമ്മുടെ പ്രോട്ടീൻ ബാർ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നും ആഡ് ചെയ്തിട്ടില്ലോ. ഫ്ലേവറോ അല്ലെങ്കിൽ മധുരം ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മധുരം വേണമെന്നാണെങ്കിൽ ഇതിൽ വേണമെങ്കിൽ കുറച്ച് ഹണി ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഡേറ്റ്സ്, ഈത്തപ്പഴം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ആഡ് ചെയ്യാം. നോ പ്രോബ്ലം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ. അപ്പോൾ ഇത് വളരെ പ്രോട്ടീൻ കണ്ടന്റ് കൂടിയ ഒരു പ്രോട്ടീൻ ബാറാണ് നമ്മൾ ഉപയോഗിച്ചത് പറഞ്ഞില്ലേ. മുതിരയുണ്ട്, സോയയുണ്ട്, ബദാമുണ്ട്, പിന്നെ പംകിൻ സീഡ്സ്. മത്തങ്ങയുടെ കുരു കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കപ്പലണ്ടി ഉപയോഗിക്കാം, കുഴപ്പമില്ല. ബദാമിന് പകരം കപ്പലണ്ടി ഉപയോഗിക്കാം, എള്ള് ഉപയോഗിക്കാം. അപ്പം നിങ്ങൾക്ക് എന്താണുള്ളത് അത് വെച്ചിട്ട് സെയിം രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് തരുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡയറ്റ് പ്ലാൻ ഉണ്ട്, അതൊരു റെസിപ്പി ആക്കണം, നല്ല റെസിപ്പീസ് വേണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക, ഒരു കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ പ്രോട്ടീൻ ഭക്ഷണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, നിങ്ങൾ അവരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ അവർ ഉണ്ടാക്കി തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ബിബിൻ, സൈനിങ് ഓഫ്.